ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഇന്നൊരു കല്യാണം റിലേറ്റഡ് വ്ളോഗാണ് കേട്ടോ. സോ കല്യാണം എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോയത്, എവിടേക്കാണ് പോയത്, എന്തൊക്കെ ഓട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്, അതാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയത് ഓഡിറ്റോറിയം കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഓഡിറ്റോറിയം ആക്ച്വലി നമ്മൾ വളരെ നേരത്തെ ബുക്ക് ചെയ്താണ്. ഇതിന് മുന്നേ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് 2-3 ദിവസം മുന്നേ നമ്മൾ പോയി ഒന്ന് കാണുമല്ലോ, എവിടം വരെയായി, എന്തൊക്കെയായി, അവിടുത്തെ ഒരുക്കങ്ങൾ. അപ്പം നമ്മൾ ഒരു ലോഡ് ആൾക്കാരുമായിട്ടാണ് പോകുന്നത്. ബാക്കിൽ ഗോപൻ ചേട്ടൻ, അപ്പുപ്പൻ എല്ലാവരുമായിട്ടോ പോകുന്നത്. സോ നമ്മളിവിടെ ഉദയനാപുരത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ്. ഈ ഓഡിറ്റോറിയം സെലക്ട് ചെയ്യാൻ ആക്ച്വലി എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഭയങ്കര പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു AC ഓഡിറ്റോറിയമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയം കാണാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ ആക്ച്വലി ഇതിന് നെക്സ്റ്റ് ഡേ ഒരു കല്യാണം ആക്ച്വലി നടക്കാൻ പോവാണ്. സോ അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റിയത് കേട്ടോ. ഞാനവിടെ ചെന്നപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ കല്യാണം ആയതുകൊണ്ട് അവിടെ എല്ലാം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു കല്യാണത്തിൻ്റെ. ആൻഡ് ഞാൻ സ്റ്റേജ് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കായത്. ബിക്കോസ് ഞാൻ ഏത് സ്റ്റേജ് ആയിരുന്നോ വേണം എന്ന് പറഞ്ഞത് അതുപോലെ ഓൾമോസ്റ്റ് ഒരു സെയിം സ്റ്റേജ് തന്നെയാണ് അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് ഡിഫറൻസസ് മാത്രമേ ഞാൻ പിന്നെ വരുത്തിയുള്ളൂ കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറയട്ടെ ഒരു കല്യാണ വൈബാണ് അടിച്ചത്. കാരണം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ കല്യാണമാണ്, ഞാൻ ഈ ഒരു സെയിം സ്ഥലത്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു എന്താ പറയുക ഒരു ഫീൽ എനിക്ക് അപ്പം തൊട്ടേ വന്നു തുടങ്ങി. സോ എന്താ പറയുക, ഓഡിറ്റോറിയത്തിൻ്റെ കുറേ ഫോട്ടോസ് സ്റ്റേജിൽ നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫറൻസ് വരുത്തായിരുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു സെയിം സ്റ്റേജ് തന്നെയായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നത്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തോന്നും എൻ്റെ സൈഡിൽ നിൽക്കണം ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി ഗോപൻ ചേട്ടനോട് ഞാൻ വഴക്കിടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അല്ല, ഞാൻ വഴക്ക് പറയുകയല്ല. വീട്ടിലെ ചെത്തിപ്പൂ പറിക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ പറ്റത്തില്ല, പൂ പറിക്കാൻ പറ്റില്ല എന്ന് ഗോപൻ ചേട്ടനുമായിട്ട് ഞാനൊരു ചെറിയ തർക്കത്തിൽ വന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്യുക, കാരണം AC ആണെങ്കിലും നമുക്ക് കൂളിംഗ് ആവശ്യത്തിന് കിട്ടണം, ഇരിക്കുന്ന ഓഡിയൻസ് നല്ലപോലെ കൂളിംഗ് കിട്ടണം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷനായിരുന്നു അവിടെ. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുത്തേണ്ടത്, ഓഡിയൻസ് വരുമ്പം എവിടെയൊക്കെയാണ് ചെയർ ഇനി മാറ്റണോ, എന്തെങ്കിലും എക്സ്ട്രാ ഇടണോ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരെ വന്ന് സ്റ്റേജിൽ കയറി നിന്നപ്പോൾ എനിക്ക് കൂളിംഗ് കിട്ടുന്നില്ലായിരുന്നു ഗൈസ്. AC ഓഡിറ്റോറിയമാണ്, പക്ഷെ എനിക്ക് കൂളിംഗ് കിട്ടുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ ഫാനിൽ എന്താ പറയുക, വെള്ളം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പുള്ളി അതൊക്കെ ചെയ്ത് കാണിച്ചു. ആൻഡ് ഒരു കൂളർ ഉണ്ടായിരുന്നു സെപ്പറേറ്റ്. പക്ഷേ അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് വെക്കാൻ ഉള്ള ഒരു എന്താ പറയുക ഒരു ഫ്ലെക്സ് അടിക്കണമായിരുന്നു. സോ ഈ ചേട്ടനാണ് പറഞ്ഞു തന്നെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലോത്തിൻ്റെ ഒരു ഫ്ലെക്സാണ്. ഇത് വേറൊരു കല്യാണ ചെറുക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെയാണ്. അപ്പോൾ സാമ്പിൾ പുള്ളി കാണിച്ചു തന്നാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ പോയി. അവിടെ എന്തോരം ചെയർസ് അറേഞ്ച് ചെയ്തിടാൻ പറ്റും, അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ അവിടെ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ തന്നെ ഫൈനലാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയത് കേട്ടോ. അങ്ങനെയല്ല പ്ലീസ് കാണിച്ചേ. സോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയതെന്നാ പിന്നെ ഫ്ലെക്സ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും എൻ്റെയോ ആരുടെയോ ഫ്ലെക്സ് അടിച്ച് അങ്ങനെയൊന്നും എനിക്കതൊന്നും അറിയത്തില്ല. സോ അങ്ങനെ ഓഡിറ്റോറിയത്തിലെ ചേട്ടൻ പറഞ്ഞ ബേസിൽ ഞങ്ങൾ ഒരു ഷോപ്പിൽ ചെന്നു, ഫ്ലെക്സിന് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും ഈ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. 2 ഫോട്ടോ അല്ല, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചു 2 ഫോട്ടോ ചെയ്തേക്കാം, ഒരെണ്ണം വീടിന് പുറത്ത് വെക്കാനും പിന്നെ ഒന്ന് ഓഡിറ്റോറിയത്തിൽ വെക്കാനും. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എൻ്റെ വെഡിങ്ങിന് സേവ് ദ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഫോണിലെടുത്ത ഫോട്ടോ തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. സോ എഡിറ്റ് ചെയ്ത് വന്നപ്പം വലിയ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല, താഴെ കുറച്ച് മൈന്യൂട്ട് ഡിഫറൻസസാണ് വരുത്തിയത്. പിന്നെ ബാക്കി വെൽക്കം ടു ആ ബിഗിനിങ് അതൊക്കെ എഡിറ്റ് വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സമയമായതുകൊണ്ട് ഞങ്ങൾ ഈ പ്ലാവ് കണ്ടൊരു ഹോട്ടലിൽ കയറിയിട്ടോ. ഇത് ആക്ച്വലി ഞങ്ങൾ വൈക്കത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഈ കടയ്ക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്ലാവിനെ അവർ ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിലാണ് ബാക്കി സംഭവങ്ങൾ അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇത് എന്താ പറയണേ കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു, ബട്ട് ഞാനിപ്പോഴാണ് അറിയുന്നത്. ആൻഡ് ഇവിടുത്തെ സ്റ്റാഫ് എന്ന് വെച്ചാൽ ആ ചേച്ചിയും ഇത് ഇവിടുത്തെ ചേട്ടന്മാരും ഒക്കെ ഭയങ്കര എന്താ പറയുക നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര
ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പിന്നെ പല പ്രാവശ്യം ഫുഡ് ഓർഡർ ചെയ്തതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് രാത്രി നമ്മൾ വീണ്ടും ഓഡിറ്റോറിയം ഒന്ന് വിസിറ്റ് ചെയ്തു. രാത്രിയിലല്ല നമ്മുടെ പരിപാടി, പക്ഷേ എന്നാലും അവിടെ ഫുൾ അറേഞ്ച്മെൻറ്റ് ആയെന്ന് കേട്ടപ്പോൾ നമ്മൾ ഒന്നുകൂടെ എന്നാൽ പിന്നെ ചെല്ലാമെന്ന് വിചാരിച്ചു. കാരണം എനിവേസ് ഇത്രയും നല്ല വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേജ് അല്ലേ, സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഒന്നുകൂടെ ചെന്നു അവിടെ. അങ്ങനെ ആദ്യം അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ മഞ്ചലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം രാവിലെ മഞ്ചലിൻ്റെ കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മഞ്ചൽ വേണമെന്ന് എൻ്റെ വെഡ്ഡിങ്ങിന്. അതുകൊണ്ട് ഞങ്ങളവിടെ ചെന്ന് മഞ്ചലിൻ്റെ കാര്യങ്ങൾ, ഇത് എത്ര പേര് പിടിക്കണം, ആരൊക്കെ പിടിക്കണം, എങ്ങനെയൊക്കെ നടക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിച്ചത് കേട്ടോ. ഫുൾ ദിവസം ഓടി ഓടി എൻ്റെ കോലം കണ്ടോ, എൻ്റെ പൊട്ടില്ല, എൻ്റെ കൺമഷി എല്ലാം പോയി. രാവിലെ തൊട്ടൊരു ഓട്ടമായി. കല്യാണം എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഓട്ടം തന്നെയല്ലേ. അപ്പോൾ സോ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫീല്. സോ ഇത് വെഡ്ഡിങ് ഈവനിന് ഒരു 2 ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സോ ഇത് അച്ഛനും ഗോപൻ ചേട്ടനും കൂടെ തകർത്ത ഡിസ്കഷനാണ്. എന്താണ് സംഭവം എന്ന് എനിക്കും ആക്ച്വലി അറിയത്തില്ല. കല്യാണം റിലേറ്റഡ് തന്നെയായിരിക്കും. സോ കല്യാണ പെണ്ണിന് കുറച്ച് വള മാല ഇതൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഹൽദിക്കുള്ള എൻ്റെ സകലമാന ജ്വല്ലറി ഞാൻ സത്യം പറയട്ടെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എല്ലാം പോയി മേടിച്ചത്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റും കോട്ടയം ഡിസ്ട്രിക്റ്റും മൊത്തം തപ്പി തിരഞ്ഞു നോക്കി. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വളയോ മാലയോ ഒന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങളുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്തത്. പിന്നെ പൊന്നൂനും എന്താ പറയണേ പർച്ചേസിങ് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്തത്. ആൻഡ് ഇതെൻ്റെ ഹൽദിക്കുള്ള ലൈക്ക് കളർ കോമ്പിനേഷൻ നമ്മൾ നോക്കുമല്ലോ, ഏത് വളയുടെ കൂടെ ഏത് കളറാണ് മാച്ച്, യെല്ലോയുടെ കൂടെ ഏതാണ് മാച്ച്. സോ അതൊക്കെ സെലക്ട് ചെയ്തു. ആൻഡ് നിങ്ങൾക്കറിയാവോ, ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റ് തന്നെയാണ് കല്യാണത്തിനുള്ള ഹീൽസ് വരെയും പോയി നോക്കിയത്. ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മുടെ സ്റ്റേജ് ഒക്കെ റെഡിയാക്കാനുള്ള സോമിൻ്റെ മൂലം അജിത്ത് ചേട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചെടിയൊക്കെ വെച്ചേക്കുന്ന ഇടയ്ക്ക് തന്നെ നമ്മൾ സ്റ്റേജ് ഹൽദിക്ക് വേണ്ടിയുള്ള സ്റ്റേജ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വീടിൻ്റെ മുകളിൽ ഓൾറെഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. നമ്മളാണെങ്കിൽ ചെടിയിൽ വരെ ഇങ്ങനെ ലൈറ്റ്സ് പരിപാടികളൊക്കെ ഇങ്ങനെ ലൈക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ച ഫ്ലെക്സ് മേടിക്കാൻ വേണ്ടി പോകട്ടോ. സോ ഞാൻ അച്ഛൻ പൊന്നുമാണ് പോയത്. ഇന്നലെ പറഞ്ഞു വെച്ചതാണല്ലോ. ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഈ സംഭവം കൂട്ടും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, സേവ് ഡേറ്റ് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഫോട്ടോ വാസ് പെർഫെക്റ്റ്. ഇതെനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. 2 seconds earlier. അങ്ങനെ ഇത് വെഡ്ഡിങ് ഈവൻ്റെ ജസ്റ്റ് തലേ ദിവസമാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ മെഹന്തി റെഡിയാക്കാൻ വേണ്ടിയുള്ള ഒരു കോട്ടയത്ത് നിന്നുള്ള ഒരു ടീമിനെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ അവരെ വിളിച്ചത്. ഇവരുടെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഇവരെന്താ പറയുക, ഒരു 1 hour വേണ്ട, ഭയങ്കര സ്പീഡിലാണ് ഇവർ മെഹന്തി ഇട്ട് തരുന്നത്. ആൻഡ് ഡിസൈൻ ആണോ എനിക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു, ഇഷ്ടമുള്ള രീതിയിൽ ഇടാനാണെന്ന് പറഞ്ഞത്. പക്ഷേ അവരിട്ട് തന്ന ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രാവിലെ എണീറ്റിട്ട് എന്താ പറയണേ കുളിച്ചൊരുങ്ങിയിരുന്നു, പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. ആൻഡ് ഈ ഡിസൈനായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഞാൻ സത്യം പറയട്ടെ, എൻ്റെ ചേച്ചി എനിക്കിതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാ. എന്താ നല്ല നോക്കല്ലേ, ഇതെന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നോക്ക്. എനിക്ക് ഇത് തന്നെ ഫുൾ കൈയിട്ട് തന്നാൽ മതി കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ അത് ഇട്ട് തന്നു. ആൻഡ് ഭയങ്കര പെർഫെക്ഷൻ അവർ ചെയ്തു തന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഒത്തിരി പേജസ് ഒന്നും കോൺടാക്ട് ചെയ്തില്ല. എനിക്ക് ഈ ഒരു പേജ് ഇഷ്ടപ്പെടും, ഞാനങ്ങ് ബുക്ക് ചെയ്തു. പക്ഷേ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ തന്നെ. സോ എനിക്ക് അവരുടെ മെഹന്തി വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ ഗ്രാമ്പു ഒക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ കൈ കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ചുമന്ന കളർ കിട്ടും. സോ അതൊക്കെയാണ് ഞാനീ ചെയ്യുന്നത്. എനിക്ക് അസിസ്റ്റ് ചെയ്ത് എൻ്റെ പൊന്നുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പൊന്നു എനിക്ക് എന്താ പറയുക, കയ്യിൽ മേന്തിയിട്ടപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ എല്ലാം എനിക്ക് ആ സമയത്ത് ചെയ്തു തന്നത് നമ്മുടെ പൊന്നുമായിരുന്നു.
കയ്യിൽ മെഹന്തി ഇട്ടിട്ട് ആക്ച്വലി ആ കളർ ആക്ച്വലി വന്നു തുടങ്ങിയാണ്. എനിക്കത് എൻ്റെ കൈ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ മാമൻ വന്നപ്പോൾ മാമനെ കൊണ്ട് കാണിച്ചു പുള്ളി, കാരണം വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. എൻ്റെ അനിയൻ എനിക്ക് വേണ്ടി ഒരു കുട്ടി ക്യൂട്ട് ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ചൂടാണല്ലോ, അപ്പം നമുക്കൊരു ഫാൻ വേണമല്ലോ. അപ്പോൾ അവൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്ന ഫാൻ കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. എല്ലാവരും ആരൊക്കെയാണോ ബ്രൈഡ് ആവാൻ പോകുന്നത്, ഇനി അല്ലെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനത്തെ ഒരു പോക്കറ്റ് ഹാൻഡി ഫാൻ ക്യാരി ചെയ്യുക കേട്ടോ. സോ എനിക്ക് മെഹന്തി ചെയ്തെന്ന ടീമിൻ്റെ പേരാണ് മെഹന്തി ആർട്ടിസ്റ്റ് കോട്ടയം. ഇവരുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് വെരി അഫോർഡബിൾ പ്രൈസ് ആണ്. നല്ല നല്ല ഡിസൈൻ അവരുടെ കയ്യിലുണ്ട്. അവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ചെയ്തു തരും. ഓക്കെ, സോ നിങ്ങൾ ഓർക്കുമ്പോൾ എന്താണ് ഞാൻ ഈ തപ്പുന്നതെന്ന്, രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കുക, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ടൊന്നും പറ്റില്ലല്ലോ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് ഫുഡ് വാരി തന്നുകൊണ്ടിരുന്നപ്പോൾ. പുള്ളിക്കാരി കുറച്ച് ഇമോഷണലായി. അല്ല, അമ്മമാരൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് വാരി കൊടുക്കുന്നത് ഞാനതുകൊണ്ട് സങ്കടം. ഇതാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയ ഒരു മൊമെൻറ്റ്. കാരണം ഞാൻ എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ്, ലെഹങ്കാസ്, റിസപ്ഷനാണെങ്കിലും വെഡ്ഡിങ് ഈവനാണെങ്കിലും എല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ തലോലപ്പറമ്പിലുള്ള മിറോ ബുട്ടീക്കിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന സംഭവങ്ങളാണ് വേണ്ടത്, ഇന്ന രീതി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എന്താ പറയണേ കുറേ പോയിൻറ്റ്സ് പറഞ്ഞ് എങ്ങനെ ആ ബ്ലൗസും ആ ലെഹങ്കാസും അടിപൊളിയാക്കാവൂ അത്രയും അടിപൊളിയാക്കി തന്നു. എൻ്റെയും അമ്മയുടെ എക്സ്പ്രഷൻ കാണാൻ തന്നെ അറിയാലോ, ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ റിസപ്ഷൻ ഡ്രസ്സാണ്. ഇത് ഞാൻ ട്രയൽ ചെയ്തപ്പോൾ വന്നപ്പോൾ എൻ്റെ സന്തോഷം കണ്ടില്ലേ, ലൈക്ക് ഭയങ്കര എന്താ പറയണേ, എനിക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തടി തോന്നുന്നു, അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിട്ടുകൊണ്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടുത്തെ അവർ ഭയങ്കര എന്താ പറയുക, എല്ലാം നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം അവർ കുറേയും കൂടെ നല്ലതാക്കാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാ പേജ് മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്യുക. ഇവർ ഏറ്റവും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാക്കി തരും. ഒരിക്കലും നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. സോ വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ ഹൽദിക്കുള്ള സ്റ്റേജ് ആക്ച്വലി റെഡിയായി. ആൻഡ് എനിക്ക് എന്താ പറയുക, ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ഡ്രസ്സെല്ലാം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഈ ടൈമിൽ. ആൻഡ് ഓൾസോ എന്താ ശരിക്കും ഒരു കല്യാണ ഫീൽ, അതായത് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഫീൽ ഈ ഒരു സമയത്താണ് നമുക്ക് തോന്നി തുടങ്ങുന്നത്. സോ ഐ വാസ് സോ ഹാപ്പി. എങ്ങനെയും എല്ലാം നന്നായിട്ട് പോയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹേ ഗൈസ്, സോ ഇത് കണ്ടില്ലേ, ഇപ്പൊ തോന്നൂടെ എന്തോ ഉത്സവമാണെന്നോ അല്ലെങ്കിൽ ഇന്നും പള്ളിപ്പെരുന്നാളാണെന്നോ. പക്ഷേ യു ആർ റാങ്. ഇത് ഉത്സവമല്ല, പള്ളിപ്പെരുന്നാളല്ല, എൻ്റെ കല്യാണമാണ് ഗൈസ്. സോ എൻ്റെ അച്ഛൻ ചെയ്തു വെച്ച പരിപാടികളാണത്. ഓക്കെ, നിങ്ങൾ വീട് ഫുൾ ലൈറ്റ്സ് വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ വീട് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു റോഡ്, അതായത് അവിടെ നിന്ന് തൊട്ട് ട്യൂബ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും കൊണ്ട് പേടിക്കരുത്, ഞെട്ടരുത്. ഇതാണ് എൻ്റെ വീട്. ആസ് യു ക്യാൻ സീ, ഫുൾ ലൈറ്റിംഗ് ആണ് ഞങ്ങളുടെ മെയിൻ. ഓക്കെ, എന്ത് പരിപാടി വന്നാലും ഞങ്ങളുടെ ലൈറ്റ്സ്, എന്ത് പരിപാടിയാണെങ്കിലും. അപ്പം സോ നാളെ നമ്മുടെ വെഡ്ഡിങ് ഈവാണ്. മൊത്തം വണ്ടി. ഓക്കെ, നാളെ നമ്മുടെ വെഡ്ഡിങ് ഈവാണ്. അത് കഴിഞ്ഞ് ഹൽദി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കല്യാണമുണ്ട്, അത് കഴിഞ്ഞ് റിസപ്ഷൻ ഉണ്ട്. സോ എല്ലാ പരിപാടിക്കുള്ള ലൈറ്റ്സാണ് ഇട്ടേക്കുന്നത്. ആൻഡ് ഇന്ന് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത കൊച്ചിച്ചമ്പലിച്ചൻ, അവരുടെ മക്കൾ എല്ലാവരും, കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അകത്ത് നല്ല പാട്ടും ബഹളമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ നാളെ തൊട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു അന്തരീക്ഷമാണ്, ഒരു സറൗണ്ടിങ്ങാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമുക്ക് അകത്ത് സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഫുൾ ലൈറ്റ്സാണ്. പിന്നെ എല്ലാവരും വന്ന് എന്നെ കണ്ടിട്ടും നമ്മളൊരു ഗെറ്റ് ടുഗദർ പോലെ ഒക്കെ നടക്കുന്നുണ്ട്. ബാക്കി പരിപാടികൾ നാളെയാണ്. നാളെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ.
അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഹൽദി വ്ളോഗ്, വെഡിങ് വ്ളോഗ് ആൻഡ് മെയിൻ കല്യാണ വ്ളോഗായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ബൈ.